എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമുക്ക് കിട്ടുന്ന ഫലം എന്താണ്? സ്വാത്മാഭിമാനം. ഞാൻ എന്നുള്ള ആ ഒരു വൃക്ഷത്തിന് വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മള്. അപ്പൊ അത് വിചാരിച്ചാലും നന്നായി നടക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം എന്താണ്? അഹംബുദ്ധി. അതായത് അഹംബുദ്ധിയെ നന്നായിട്ട് സ്വാധീനിക്കും. ഏത് കാര്യം ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കുള്ളൂ. ഇതൊക്കെ നമ്മുടെ ആ ഒരു അഹങ്കാരത്തിന് ആക്കം കൂട്ടുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെയൊക്കെ വിടാൻ പറ്റുള്ളൂ. ഇതിനെ അഹങ്കാരം, ഗർവമൊക്കെ ആക്കി നമ്മളെ മാറ്റി തീർക്കുക. അപ്പൊ ഇനി വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലോ? ഇപ്പൊ നമുക്കറിയാം എല്ലാം വിചാരിച്ച പോലെ നടക്കണമെന്നില്ലല്ലോ. അപ്പൊ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ അതിൽ നമുക്ക് എന്തുണ്ടാവും? നിരാശ. ഓരോ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവിടെ നമുക്ക് വരുന്ന വികാരങ്ങളുടെ പേരാണ് നിരാശ, ദുഃഖം, ഇല്ലേ? നമ്മൾ വിചാരിച്ചതിന്റെ ആ ഒരു ഓപ്പോസിറ്റ് നടക്കുമ്പോൾ ഉള്ള നിരുത്സാഹം, ഭിന്നത, ഇങ്ങനെയുള്ള വികാരങ്ങളെല്ലാം നമുക്ക് വന്നു ചേരും. മഴയുടെ ശബ്ദം ആയതുകൊണ്ട് 1 മിനിറ്റ് നിർത്തിയതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു നിരാശ, ദുഃഖം, നിരുത്സാഹം, ഖിന്നത എല്ലാം തന്നെ എന്താ? ആ വിചാരിച്ചതിന്റെ വിപരീതം സംഭവിച്ചാല് നമുക്ക് വരുന്നതാണ്. പിന്നെ നമുക്ക് നടക്കുമോ ഇല്ലയോ, ആശങ്ക, വിഭ്രാന്തി, ഇതെല്ലാം നമുക്ക് ഏതെങ്കിലും കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇതെല്ലാം മനസ്സിന്റെ പല തലങ്ങളാണ്. പിന്നെ എടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോയി എന്ന് തോന്നിയാലോ അതിന് നമ്മൾ പശ്ചാത്തപിക്കും, ഇല്ലേ? അതിന് പശ്ചാത്താപം, വെറുപ്പ്, തന്നോട് തന്നെ ദേഷ്യം, ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോ അതായത് നമ്മുടെ ഓരോ പ്രവർത്തനം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ദേഷ്യം, വിദ്വേഷം, പക. അപ്പൊ അമിതമായിട്ട് ഒരു വസ്തുവിനോടോ വ്യക്തിയോടോ ഒരു പ്രിയം തോന്നിയാല് അത് എന്റേത് മാത്രം എന്നൊരു തോന്നലുണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ വാസനാ പ്രേരിതം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്താ ഉണ്ടാകും? ദുഃഖം ഉണ്ടാകും, ഇല്ലേ? താൻ ആഗ്രഹിച്ച തനിക്ക് കിട്ടാത്തപ്പോ അതിനോട് അസൂയ, അമർഷം ഉണ്ടാകും. ഇങ്ങനെ അഹങ്കാരം, ദുരാഗ്രഹം, അസൂയ, നിരാശ, ഉത്കണ്ഠ, കോപം, വെറുപ്പ്, പക, ശത്രുത, ഇങ്ങനെ ഒരു ലൈനായിട്ടുള്ള വികാരങ്ങള് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ രാപ്പകലില്ലാതെ മതിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ ബേസ് എന്താണെന്ന് ചോദിച്ചാല് എന്തിനോടൊക്കെയാണോ മനസ്സ് പറ്റിച്ചേർന്ന് നിന്നത് അവിടെ നിന്നുണ്ടായതാണോ എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് വല്ലപ്പോഴും ഒന്ന് ഇൻട്രോസ്പെക്ഷൻ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ സകല വിചാരങ്ങളുടെയും കാരണം ഈ അഹംബുദ്ധി അഥവാ ഈഗോ എന്ന ആ ഒരു ഇല്ലാത്ത വ്യക്തിത്വ ബോധം. അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടോന്ന് വിചാരിക്കുന്നു, ഇല്ലേ? ആ ഒരു ഈഗോ എന്ന ഇല്ലാത്ത വ്യക്തിത്വ ബോധത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്, അല്ലേ? എല്ലാ നേരവും ചിന്തയില് നമ്മളെന്താ ചിന്തയിൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കും, ഞാൻ എന്ന കാരണം, അത് ഞാൻ കാരണമാണ് ഇതെല്ലാം നടക്കുന്നതെന്നുള്ള വിചാരം. ഞാനില്ലെങ്കിലോ എല്ലാം അധോഗതിയായി പോകും. ഇങ്ങനെ നമ്മളാകുന്ന ചെടിക്ക് വെള്ളം കോരിക്കൊണ്ടേയിരിക്കും. ആ ചിന്തിക്കുന്ന മനസ്സിന്റെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് മിക്കപ്പോഴും നമ്മൾ അസ്വസ്ഥതയാണ്, അല്ലെ? എപ്പോഴും അസ്വസ്ഥമായിരിക്കുന്ന മനസ്സ്, ചിന്തിക്കുന്ന മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണ്. അപ്പൊ ഈശ്വര വിധി, ഈശ്വര നിശ്ചയം, ഈശ്വര ഇച്ഛ എന്നുള്ള പ്രധാന വസ്തുക്കളെ നമ്മൾ വിസ്മരിച്ചു പോകുന്നത് കൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ മനസ്സിന് സംഭവിക്കുന്നത്. ഇതിനാണ് ഇത്ര ഈശ്വരേച്ഛ എന്നുള്ള വിഷയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ശക്തിപാദത്തിനോട് ചേർന്ന ഈശ്വരേച്ഛ. എന്താണ് ഈശ്വരേച്ഛ? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടും പ്രവർത്തിക്കുന്നത് കൊണ്ടും അല്ല ഇത് സംഭവിക്കുന്നത്, ദൈവനിശ്ചയമാണ് എന്ന് നമ്മുടെ മനസ്സിനെ ഓരോ കാര്യത്തിലും നമ്മൾ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചെയ്തു എന്ന് വിചാരിക്കുന്നതൊക്കെ തന്നെ എന്താ? ഈ വിധിയുടെ, അതായത് ഈശ്വര വിധിയിലൂടെ സംഭവിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഒന്നുമല്ല, അതാണ് സത്യം. ഈശ്വരന്റെ വിധി മാത്രമേ നടക്കുള്ളൂ. അപ്പൊ എന്ത് സംഭവിച്ചാലും അത് ഭഗവതിയുടെ കാരുണ്യം, അമ്മയുടെ കാരുണ്യം എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ ആ ഒരു ബോധം, ആ തിരിച്ചറിവ് നമുക്കില്ലാതെ പോകുന്നതിന് കാരണം വളരെ വ്യക്തമായിട്ട് അതിന്റെ റീസൺ ഉപാസകര് മനസ്സിലാക്കണം. അതിന്റെ പേരാണ് മായ. ആ മായയെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ ദുഃഖകാരണമായ മായ വികാരങ്ങൾക്ക് നമ്മളെ അടിമപ്പെടുത്തുന്നത് കൊണ്ടാണ്, ഈ മായയാകുന്ന ഒരു മറ നമുക്കുണ്ടാകുന്നത് കൊണ്ടാണ് ഓരോരുത്തരും ഈ സത്യത്തെ മനസ്സിലാക്കാതെ പോകുന്നത്, ഇല്ലേ? അപ്പൊ നമ്മൾ ഈശ്വര വിധി പ്രകാരം ചലിക്കുന്ന പാവകളാണല്ലേ ഓരോരുത്തരും. നമ്മൾ ഈശ്വരന്റെ വിധിക്ക് മാത്രം കെട്ടപ്പെട്ടവരാണ്. ഓരോരുത്തരുടെയും ശരീരം, മനസ്സ്, ബുദ്ധി ഇവ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഈശ്വരൻ
വ്യവസ്ഥപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. സ്വതന്ത്രമായ ഒരു ഇച്ഛ, കാൽപ്പനിക ശക്തി നമുക്കില്ല. ആ ഒരു യാന്ത്രികമായിട്ട് പാവകളെ പോലെ അതിലൂടെ ആ ഒരു ഈശ്വരൻ ഭ്രമിപ്പിക്കുന്ന, നമ്മൾ പറയില്ലേ ഭ്രാമേതി സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. അപ്പൊ എന്റെ പ്രവൃത്തിയുടെ കാരണം ഈ നശ്വരമായ, അതായത് ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യത്തിലെ, കാരണം ഇവിടെ നടക്കുന്നതെല്ലാം തന്നെ എന്താ, നാളെ ഇവിടെ ഇട്ടിട്ട് പോവേണ്ട കാര്യങ്ങളാ, ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. പക്ഷെ എന്റെ പ്രവൃത്തിയുടെ കാരണം ഈശ്വരേച്ഛയാണോ എന്ന് അറിഞ്ഞാല് നമുക്കിവിടെ വേറെ ദുഃഖങ്ങളൊന്നുമില്ല. അതൊക്കെ അങ്ങ് പോട്ടെ, ഈശ്വരന്റെ ഇച്ഛയല്ലേ. നമുക്ക് വേറൊരാളുടെ ഇച്ഛയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ പറ്റും? അത് ഈശ്വരന്റെ, മനുഷ്യരാണെങ്കിൽ നമുക്ക് ചെയ്യാം, ഈശ്വരന്റെ ഇച്ഛയ്ക്ക് നമ്മൾ വഴങ്ങി കൊടുക്കുകയും ചെയ്യാൻ പറ്റൂ. അപ്പോ അങ്ങനെ ഒരു ഈശ്വരേച്ഛയാണെങ്കിൽ മറ്റൊരാളുടെ പ്രവൃത്തിക്ക് കാരണവും ഈശ്വരേച്ഛ തന്നെയല്ലേ. അപ്പൊ ഈ പ്രപഞ്ചത്തിലെല്ലാം നടക്കുന്നത് എന്താ, ഭഗവാന്റെ ഒരു ഇഷ്ടമാണ്. ഭഗവാന്റെ ഇഷ്ടം മാത്രമേ ഇവിടെ നടക്കുള്ളൂ. ഈ ഒരു രഹസ്യം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് വേറുള്ളവരോട്, അതായത് മറ്റുള്ളവരോട് പ്രവൃത്തിയിലെ കോപവും വിദ്വേഷവും ഒക്കെ തോന്നേണ്ട ആവശ്യമില്ല. സംഭവിക്കുന്ന ഒന്നിനും ആർക്കും ഒരു നിയന്ത്രണവും ഇല്ല എന്നതാണ് സത്യം. അപ്പൊ നമ്മളോ മറ്റുള്ളവരോ ഉത്തരവാദികൾ ഒന്നിനും അല്ല. അപ്പൊ ലോക വ്യവസ്ഥയുടെ പരമമായിരിക്കുന്ന സത്യം ആരും ഒന്നിനും കാരണക്കാരല്ല എന്നുള്ളതാണ്. ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ നമ്മുടെ കഴിവിനും നമ്മുടെ ധാർമ്മിക ബോധത്തിനും ഒക്കെ അനുസരിച്ച് ഓരോ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. ആ പരിണിത ഫലം ദൈവം നിശ്ചയിച്ച രീതിയിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ, ഇല്ലേ? ഈ ബോധം നല്ലവണ്ണം ഉറച്ചു കഴിഞ്ഞാല് ഓരോ തീരുമാനങ്ങളുടെയും, അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും അനന്തര ഫലം എങ്ങനെ വരണം എന്ന് നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും പ്രതീക്ഷകൾക്കും അതിന്റെ പുറകെയുള്ള സകല വികാരങ്ങൾക്കും യാതൊരു പ്രസക്തിയും ഇല്ലാതാകും. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ശരിക്കും പറഞ്ഞാല് ഒരു ഉപാസകൻ എങ്ങനെയാണ് ഈ സംസാര സമുദ്രത്തിൽ ഈ മനസ്സെന്ന് പറയുന്ന വല, ഈ മനസ്സെന്ന് പറയുന്ന മായയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ചോദിച്ചാല് അതിനുള്ള ഏറ്റവും നല്ല ഉത്തരമാണ് ഈ ഉത്തരം. കാരണം നമ്മുടെ കണക്കുകൂട്ടലും നമ്മുടെ പ്രതീക്ഷകളും അതിന്റെ പുറകെയുള്ള വികാരങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരു പ്രസക്തിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കണക്ക് കൂട്ടണ്ട, നമ്മൾ വികാരങ്ങളിൽ ഒരു പ്രതീക്ഷയും വെക്കണ്ട, എല്ലാം ഈശ്വരൻ അർപ്പിച്ച് നമ്മുടെ പ്രവർത്തികൾ വന്നു ചേരുന്ന യഥേച്ഛയ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ധർമ്മങ്ങൾക്കനുസരിച്ച് വന്നു ചേരുന്ന പ്രവർത്തികളെ ഈശ്വരാർപ്പിതമായിട്ട് നന്നായിട്ട് ചെയ്തു പോവുക. അപ്പൊ അതിൽ നമുക്ക് ഈശ്വരൻ തരുന്നതാണെന്ന് പറയുമ്പോൾ നമുക്ക് ആരോട് കയർക്കാൻ പറ്റും? ഈശ്വരനാണ് നമുക്ക് തന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ തിരിച്ചറിവാണ്. അത് ശരിക്കും പറഞ്ഞാല് ഏറ്റവും ഉയർന്ന ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് കിട്ടിയാല് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് അർത്ഥം. കാരണം ഉയർന്ന തിരിച്ചറിവായിരിക്കും അത്. കാരണം എന്താ? അത് ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടത്, അതുകൊണ്ടാണ് ഉയർന്നത്. നമ്മൾ ഈ പെറ്റി ഈഗോ എല്ലാം നമ്മൾ പ്രപഞ്ച വസ്തുക്കളും പ്രപഞ്ച വ്യക്തികളോടുമാണ്. പക്ഷെ ഈശ്വരനുമായിട്ടുള്ള തിരിച്ചറിവാണ് ഏറ്റവും ഉയർന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ, നമുക്ക് ഒരിക്കലും അത് താഴോട്ട് കൊണ്ടുവരില്ല നമ്മളെ. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യം, കർമ്മങ്ങൾക്ക് പ്രാധാന്യമില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുക, ഇല്ലേ? കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാതിരുന്ന് നോക്കൂ. കർമ്മങ്ങള് ഈ പറഞ്ഞ എന്താ വെറുതെ ചെയ്യാതിരുന്നാൽ എന്താ, അപ്പം നമ്മളെ കർമ്മങ്ങൾ ബന്ധിക്കില്ലല്ലോ എന്നൊക്കെ ചിലർ ചോദിക്കും. അപ്പൊ കർമ്മം ചെയ്യാതെ ആർക്കും ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യത്തെ നമ്മൾ തിരിച്ചറിയണം. ഒരു ക്ഷണം പോലും ആർക്കും ഒരിക്കലെങ്കിലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കർമ്മം എന്ന് പറയുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന മാത്രമല്ല, ഒരു തോട്ട്ലെസ് സ്റ്റേറ്റിൽ ഇരുന്നാൽ നമ്മൾ ഈശ്വരന് തുല്യ. ആർക്കാണ് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? ഒരു 10 മിനിറ്റ് നേരം ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു മനസ്സ് വെച്ചിരുന്ന് നോക്കൂ, ഇരിക്കാൻ പറ്റില്ല. അപ്പൊ മനസ്സുകൊണ്ട് മാനസിക കർമ്മം, വാചിക കർമ്മം, ശാരീരിക കർമ്മം, കർമ്മത്രയങ്ങളിലാണ് നമ്മൾ കുടുങ്ങിക്കിടക്കുന്നത്. അപ്പൊ ആർക്കും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ പ്രപഞ്ച പ്രകൃതിയിൽ ഉടലെടുക്കുന്ന ആ രാഗദ്വേഷാദി ഗുണങ്ങളും അതിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്ന വികാരങ്ങളും സകലരെയും അസ്വതന്ത്രരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവര് കർമ്മങ്ങളിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. വെറുതെ ഒന്നും ചെയ്യാതെ എത്ര നേരെ ഇരിക്കാനും നമുക്ക് പറ്റില്ല. കാരണം വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി പോകണം, ഇല്ലേ? കർമ്മം ചെയ്യാതെ ശരീര സംരക്ഷണം സാധിക്കൂ? ഭക്ഷണം കഴിക്കണ്ടേ? ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തില് ഇത് വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രപഞ്ച ദശയില് ആ ഒരു സവിശേഷതയാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം ചെയ്യുക എന്നുള്ളത്. പ്രപഞ്ചദശ എന്നൊക്കെ നമ്മൾ ജീവിക്കുന്ന ആ ഒരു ജീവിതത്തിന്റെ ഘട്ടങ്ങള് അഥവാ വ്യവസ്ഥ, ഈ ലോകത്ത് നമ്മൾ ജനിച്ച് ജീവിച്ച് മരിച്ച് നമുക്ക് മാത്രം അനുഭവവേദ്യമാകുന്ന ഈ വേൾഡ്ലി ഡയമെൻഷൻ, അതിനെയാണ് നമ്മൾ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതാണ് പ്രാപഞ്ചിക വ്യവസ്ഥിതി എന്നൊക്കെ പറയുന്നത്. പരിമാണം എന്നൊക്കെ ഇതിനെയാണ് പറയുന്നത്. പ്രാപഞ്ചിക വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്?
അപ്പൊ നമ്മുടെ ഈ ഒരു പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ പ്രപഞ്ചവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ശരിക്കും ആ ഒരു വ്യവസ്ഥ, ഇവിടെയാണ് ചില തീരുമാനങ്ങൾ ധാർമ്മികമായിട്ട് ഈശ്വരൻ എടുത്തിരിക്കുക. കാരണം ഇതിനകത്ത് എപ്പോഴും വരണം, എങ്ങനെ വരണം, എത്ര കാലം നിൽക്കണം, അത് എങ്ങനെയൊക്കെ പെരുമാറണം, എപ്പോ തിരിച്ചു പോകണം, വ്യക്തമായിട്ടുള്ള നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ലോ ഓഫ് നേച്ചർ എന്നൊക്കെ നമ്മൾ ഇതിന് പറയില്ലേ, അതിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭഗവാൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. അതായത് അദ്വൈത വേദാന്തത്തില് ഇതിനെ രണ്ടായിട്ടാണ് പറയുന്നത്. എന്താണ്? വ്യാവഹാരിക സത്തയെന്നും പാരമാർത്ഥിക സത്തയെന്നും. അപ്പൊ ഈ വ്യാവഹാരിക സത്ത എപ്പോഴും പാരമാർത്ഥിക സത്തയിൽ നിന്ന് വേർപെട്ട് നിൽക്കുക. അതിനെയാണ് നമ്മൾ ആപേക്ഷിക തത്വം എന്നൊക്കെ പറയുക, റിലേറ്റീവ് റിയാലിറ്റി എന്ന് നമ്മൾ പറയില്ലേ. ഇത് വ്യാവഹാരിക സത്തയാണ്. കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കുറെ നിയമങ്ങളുണ്ട്. കാരണം ഇതിനൊക്കെ അപ്പുറത്തൊരു മാറാത്ത സത്യമുണ്ട്. അതിനാണ് നമ്മൾ ആബ്സല്യൂട്ട് റിയാലിറ്റി അല്ലെങ്കിൽ പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള സത്യങ്ങളെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആപേക്ഷിക തത്വമാണ്. അപ്പൊ അത് എളുപ്പത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. കാരണം നമ്മൾ ഇത് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം, അതൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ സ്വപ്നത്തിൽ കാണുന്നത് റിയാലിറ്റി ആണ് എന്ന് വിചാരിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യമാണെന്ന് തോന്നും. നമ്മൾ എവിടെയൊക്കെയോ പോകുന്നു, ഏതൊക്കെയോ കുന്നിൻ പുറത്തിരിക്കുന്നു, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു, നല്ലതും കാണാം ചീത്തയും കാണാം. പക്ഷെ നമ്മൾ ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത്? അത് സത്യമാണോ എന്ന് തോന്നുമില്ലേ? പക്ഷെ അത് ഒരിക്കലും പിന്നെ അനുഭവപ്പെടുന്നുണ്ടോ? പിന്നെ ആ സ്വപ്നം ഒന്നുകൂടെ നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ ശ്രമിച്ചു നോക്കൂ. കാണാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെയാണ് ഈ ജീവിതം. ജീവിതം എന്ന് പറയുന്നത് ഈ ശരീരം, നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന ശരീരം ഒറ്റ പ്രാവശ്യമേ കിട്ടുള്ളൂ. ഈ ശരീരത്തിന്റെ ആ ഒരു യുണീക്നെസ് നമുക്ക് ഇനി ഒരു ജന്മം കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല. അതിന്റെ ഇൻപ്രിൻസ് മാത്രമേ നമ്മളിൽ കാണുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കാണപ്പെടുന്ന ഒരു വ്യക്തി, നമ്മുടെ ഭർത്താവോ അച്ഛനോ ആയിക്കോട്ടെ, നമുക്ക് അതിന്റെ ഒരു കാണാൻ എന്താ, അദ്ദേഹം ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ഇനി ആ വ്യക്തിയെ നമ്മുടെ ഒരു ജന്മങ്ങളിലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ രൂപത്തിൽ പിടിച്ചു നിൽക്കാതെ ആ വ്യക്തി എന്തായിരുന്നു, നമ്മളെല്ലാവരും ഇതുപോലെയാ. ആ ജീവിതത്തിൽ ഈ ശരീരമാകുന്ന നമുക്ക് കിട്ടുന്ന ആ ഒരു കോട്ട്, നമ്മുടെ രൂപം എന്ന് പറയും. നമ്മളെ അനേക ജന്മങ്ങളിൽ പല രൂപങ്ങൾ ധരിച്ചവരാ. ഇപ്പൊ നമ്മുടെ ഭർത്താവ്, മക്കള്, എല്ലാവരും എന്താ, കുഞ്ഞുങ്ങള്, നമ്മുടെ ഇഷ്ടബന്ധുക്കള് എല്ലാവരും ആ രൂപങ്ങൾ ധരിച്ചു വന്നവരാ. പക്ഷെ അവർക്കൊക്കെ വേറെ രൂപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മറന്നു പോകരുത്. നമ്മള് അനേക ജന്മങ്ങളിലൂടെ അനേക രൂപങ്ങളിലൂടെ വന്ന നമുക്ക് ഇന്ന് ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന രൂപമാണ് ഇത്. അപ്പൊ ഇതെന്താ? ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു റിലേറ്റീവ് റിയാലിറ്റി. ഈ പ്രപഞ്ചത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ജഗത്തില് നമ്മുടെ ശരീരത്തിനും മാറ്റം വരും. പക്ഷെ ഈ ഒരു വ്യാവഹാരിക സത്തയിൽ നിന്ന് കംപ്ലീറ്റ് വിട്ടുനിൽക്കുന്ന പഞ്ചഭൂതങ്ങളുടെ, പഞ്ചേന്ദ്രിയങ്ങളുടെ ഒന്നും മനസ്സിന്റെ യാതൊരു വിധത്തിലുള്ള ആ ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസും ഇല്ലാതെ ഇതിൽ നിന്ന് കംപ്ലീറ്റ് ടോട്ടലായിട്ട് മാറി നിൽക്കുന്ന സത്യമാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു പാരമാർത്ഥിക സത്യ. നമ്മൾ അത് ഈ പ്രപഞ്ചവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് സ്വപ്നം എന്ന് പറയാൻ കാരണം. സ്വപ്നത്തിൽ കാണുന്നത് നമ്മൾ സത്യമാണെന്ന് വിചാരിക്കും, പക്ഷെ അത് പിന്നെ ഒരിക്കലും ആ സ്വപ്നം അതുപോലെ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെയാണ് നമ്മുടെ ജന്മം. ഇതുപോലെ ഇനി ഒരിക്കലും നമുക്കൊരു ജന്മം കിട്ടില്ല. ഇതേ ബന്ധുക്കള്, അവരൊക്കെ വേറെ ബന്ധുക്കള്, വേറെ രൂപം ധരിച്ചു പോയി ഇല്ലേ? അപ്പൊ നമ്മള് ഈ സ്വപ്നത്തിൽ പുതിയ സ്ഥലങ്ങളിൽ പോവും, ചില പുതിയ ആളുകളെ കാണും, അവരുമായിട്ട് സംസാരിക്കും, വികാര പ്രകടനങ്ങൾ ഉണ്ടായെന്ന് വരും. ഇതൊക്കെ സ്വപ്നത്തിലെ വ്യവഹാരം. പക്ഷെ ഉണർന്നു കഴിഞ്ഞാലോ, കാലത്ത് കണ്ണു തുറക്കുമ്പോൾ നമ്മൾ അപ്രത്യക്ഷമാകും. ചിലതൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും, ചിലതൊക്കെ നമുക്ക് മറന്നുപോകും. അപ്പൊ അതെന്താ, കുറച്ച് മിനിറ്റുകളോ കുറച്ച് മണിക്കൂറോ കഴിഞ്ഞാൽ പോലും അത് നമ്മുടെ ഓർമ്മയിൽ വന്നെന്നിരിക്കില്ല. ഇതുപോലെ തന്നെ സ്വപ്ന തുല്യമാണ് നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ജീവിതവും. നമ്മൾ സത്യം 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 എന്ന് വിചാരിക്കണില്ലേ? അതിലൊക്കെ പിടിച്ചു കെട്ടി നിന്ന് എന്തൊക്കെയോ കാൽപ്പനികമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നില്ലേ? ഇവിടെ വെക്കുന്നതെല്ലാം നമുക്ക് സ്വന്തമാണെന്ന് വിചാരിക്കണില്ലേ? ഇവിടെ വച്ചിരിക്കുന്നതെല്ലാം ഞാൻ എൻ്റെ സ്വന്തമാണ്, എൻ്റെ ആഭരണങ്ങള്, എൻ്റെ പണം, എൻ്റെ സ്വത്ത്, എൻ്റെ മക്കള്, എൻ്റെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഓണർഷിപ്പ് വെക്കാൻ പറ്റുമോ? കാരണം ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ എത്ര സമയം വേണം നമുക്ക്? എത്ര വയസ്സ്? ജനിക്കുമ്പോ മുതല് മരണത്തിന്റെ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ കാലത്തിന്റെ ഗണനയിൽ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു സ്വപ്നം. 10 വയസ്സ്, 20 വയസ്സ്, 90 വയസ്സ്, 100 വയസ്സ് ആയിക്കോട്ടെ. പക്ഷെ അത് കാലത്തിന്റെ, പ്രപഞ്ചത്തിന്റെ ആ ഒരു എന്താ കാലപ്രമാണത്തില് ഒരു ചെറിയ ഒരു ഡ്രീം അല്ലെങ്കിൽ സ്വപ്നം. ഇതിൽ കാണുന്ന ആ വ്യക്തിപരമായിട്ട് നമ്മൾ എന്തിനോടൊക്കെ അറ്റാച്ച്മെന്റ് വെച്ചോ ഇതെല്ലാം ഉണർന്നെണീക്കുമ്പോൾ ഈ ശരീരം ഉപേക്ഷിച്ച് അടുത്ത നമ്മുടെ
ആ ഒരു അനുഭവ മണ്ഡലം, അതിനാണ് ലോകം എന്ന് പറയുന്നത്. സൂക്ഷ്മ ശരീരത്തിന്റെ യാത്രയില് ഇവിടെ ഉള്ളതെല്ലാം നമ്മുടെ മറവി എന്ന് പറയുന്ന ആ ഒരു മാറാല പിടിച്ച മറവി ഇല്ലേ. പിന്നെ നമുക്ക് ആ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഓർമ്മയ്ക്ക് നിലനിൽക്കാൻ ബ്രെയിൻ എന്ന് പറയുന്ന മീഡിയം അവിടെ ഇല്ല. നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഇൻഫ്ലുവൻസ് മാത്രം ചിത്തം എന്ന് പറയുന്ന ഒരു ചെറിയ പേടകത്തിനകത്ത് നമ്മുടെ കൂടെ കൊണ്ടു നടക്കുക. നമ്മൾ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഉപേക്ഷിച്ചിട്ട് ഇനി ചന്ദ്രയാനം സൂര്യയാനത്തിലൊക്കെ പോയാലും എപ്പോ പ്രപഞ്ചത്തിൽ ജന്മമെടുക്കുന്നോ അത് നമ്മളിൽ വന്ന് പ്രവേശിക്കും. അതാണ് അതിന്റെ നിയമം. അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ ജീവിതത്തെ നമുക്ക് എന്തായിട്ട് നമ്മൾ കാണണം? ഇത് സ്വപ്ന വ്യവഹാരമാണോ എന്ന് വിചാരിക്കണം. കാലത്തെ കണ്ണു തുറന്നാല് അപ്രത്യക്ഷപ്പെടും. എപ്പോ ഈ ശരീരം പോകുന്നു അപ്പോൾ ഈ അപ്രത്യക്ഷപ്പെടുന്ന ഒരു സ്വപ്നമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മിനിറ്റുകളോ കുറച്ച് മണിക്കൂറുകളോ കഴിഞ്ഞാൽ എല്ലാം അത് ഓർമ്മയിൽ നിന്ന് നമുക്ക് പോകും. അതുപോലെ തന്നെ വേണം ഈ ജീവിതത്തെ നമ്മൾ കാണാൻ. ഇങ്ങനെ സ്വപ്നത്തിന് തുല്യമാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ എർത്ത്ലി ഡയമെൻഷൻ എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ നമ്മളെ അറിയപ്പെടുന്ന ഈ വ്യാവഹാരിക സത്ത. അപ്പൊ ഇതിൽ യോഗവാസിഷ്ഠത്തിൽ ഇത് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ദീർഘ സ്വപ്നമിതം വിശ്വം വിത്തി അഹന്തായി സംയുതം. അതായത് എത്ര നമ്മൾ വിചാരിച്ചാലും ഇതൊരു ദീർഘ സ്വപ്നം തന്നെയാണ്. കാരണം എന്താ? നമ്മൾ ഒരു ദിവസം ഇതിൽ നിന്ന് ഉണരും. ഇത് പെർമനന്റ് അല്ല. അപ്പൊ അത്ര അന്യേ പുരുഷ യഥാസത്യ തഥാ ശൃണുഹു. ഇപ്പൊ ലോകം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഈ ജീവിതം താൽക്കാലികമാണ്. ഇപ്പൊ ലോക ജീവിതം എന്ന് പറയുന്നത് എന്താ? ആ സ്വപ്നത്തിനെ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ജീവിതം എന്ന് പറയുന്നത് സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു നല്ല എന്താ പറയാ അനുഭവമായിട്ട് മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റൂ. കാരണം ഇത് അനിവാര്യമായിട്ടുള്ളത് എന്താ? നമ്മൾ ഇതിൽ നിന്ന് ഉണർന്നേ പറ്റൂ. ഈ ശരീരത്തിൽ നിന്ന് നമുക്ക് വിട്ടുപോയേ പറ്റൂ എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ സത്യം. അപ്പൊ അഹന്ത അഥവാ ഈഗോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിസത്ത, എന്താണ് നമുക്ക് അഹന്ത എന്ന് പറയുന്നത്? അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന എല്ലാവരും സ്വപ്നത്തിലെ കഥാപാത്രങ്ങൾ മാത്രമാണ് എന്ന് വിചാരിക്കുക. നമ്മൾ അതിനോടൊക്കെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കുന്നത്? എല്ലാത്തിനെയും നമ്മള് ഒരു തലത്തില് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താല് നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ആ ഒരു പാവം സാധനത്തിന് ഈ ഭാരം കൊടുത്ത് ദുഃഖിച്ച് വിഷമിച്ച് ഇങ്ങനെ കിടന്ന് കഴിയേണ്ട ആവശ്യമില്ല. എല്ലാം കേൾക്കുമ്പോ ശരിയെന്ന് തോന്നും, പക്ഷെ കേട്ട് കഴിയുമ്പോഴോ വീണ്ടും പഴയ പോലെ അല്ലെ. അതിനാണ് നമ്മൾ ബാക്ക് ടു സ്ക്വയർ വൺ. വീണ്ടും പൂജ്യത്തിൽ നിന്ന് പൂജ്യത്തിലേക്ക് പോവുക. അങ്ങനെ പോവരുത്. കാരണം ആ ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ വ്യക്തിസത്ത, അതായത് ഇവിടെ കാണുന്ന എന്താണ് ആ വ്യക്തിസത്ത? ഞാൻ എന്ന് പറയുന്ന ആ ബോധം. ഇവിടെ കാണുന്ന എല്ലാവരും സ്വപ്നത്തിലെ കഥാപാത്രമാണ് എന്ന് പറഞ്ഞാല് സ്വപ്ന പദാർത്ഥങ്ങളെ പോലെ യാഥാർത്ഥ്യങ്ങളല്ല എന്നർത്ഥം. സ്വപ്നത്തിൽ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ ഇവിടെ കാണുന്നതും യാഥാർത്ഥ്യം. ഇപ്പൊ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അല്ലെ, നമുക്ക് വിശപ്പ്, ദാഹം, നമ്മളെ കാണപ്പെടുന്ന സ്ഥൂല കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നും യാഥാർത്ഥ്യം അല്ല എന്ന്. പക്ഷെ എപ്പോ ഈ ശരീരം വിട്ട് ആ ജീവൻ പുറത്തേക്ക് പോകുന്നു, അപ്പൊ തന്നെ അത് അത്ഭുതത്തോടു കൂടി അതിനെ കുളിപ്പിച്ച് കടത്തിയ ശരീരത്തെ നോക്കി ഒരു മിനിറ്റ് നിൽക്കും. അയ്യോ, ഇതിനകത്താണോ ഞാൻ ഇത്രയും കാലം ഇരുന്നതെന്ന് പറഞ്ഞ് വളരെ സ്വതന്ത്രമായിട്ട് ആ ജീവാത്മാവ് ഇതിൽ നിന്ന് പോകും. അപ്പൊ എന്താ? ആ സ്വപ്നം കഴിഞ്ഞു. ഇനി ഒരിക്കലും ഈ സ്വപ്നം, അതായത് ഈ ശരീരം എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് ഒരിക്കലും കിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതുമായിട്ട് ചേർന്ന വസ്തുക്കളുമായിട്ട് ഇത്രയും താതാത്മ്യം, ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ട് ഇതിൽ വരുന്ന ദുഃഖങ്ങളെല്ലാം താങ്ങി ആ ഒരു പരായായിട്ടിരിക്കുന്ന പരാശക്തിയെ അറിയാതെ ഇങ്ങനെ എഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പുകളെ പോലെ, ഞാൻ പറയില്ലേ ഇപ്പൊ ദുഃഖത്തിന്റെ ഭാണ്ഡവും തേടി ഇങ്ങനെ നടക്കുന്നു. ചിലര് പറയില്ലേ, ഓ ജനിച്ചപ്പോ മുതൽ ദുഃഖത്തിന്റെ കളിയാ എനിക്ക്. എന്താ സുഖം ഇല്ലേ? സുഖം വേണമെങ്കിൽ നമ്മൾ അറിയണം അതിനെക്കുറിച്ച്. സുഖമേ ഉള്ളൂ. ദുഃഖം എന്ന് പറയുന്നത് എല്ലാം എന്താ പറയാ ആപേക്ഷികമാണ്. നമുക്ക് തോന്നുന്നു, നമുക്ക് ഇല്ലാന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മള് ഇഷ്ടജന വിയോഗം നമുക്ക് ദുഃഖം തരും, ഇല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ ആ ഇഷ്ടജനങ്ങള് അവര് കംപ്ലീറ്റ് പോയതല്ല. അവരുടെ വൃത്തികെട്ട ഇഷ്ടപ്പെടാത്ത ഉടുപ്പിനെ അവര് കളഞ്ഞിട്ട് വേറെ ഉടുപ്പ് തേടി പോയതാ. നമ്മളും എല്ലാം അങ്ങനെയല്ലേ? എല്ലാവർക്കും ഒരു ശരീരം മുഷിയുമ്പോ അടുത്ത മുറി കയറി അടുത്ത വേഷം മാറുന്ന പോലെ തന്നെയല്ലേ ജന്മം. ഭഗവത്ഗീത 2-ാം അധ്യായം 10 പ്രാവശ്യം വായിക്കുമ്പോൾ ഈ സത്യം നമുക്ക് മനസ്സിലാവും. ന്യായം ഭൂത്വാ ഭവിത വാനഭൂയ അജോ നിത്യ ശാശ്വതോയം. ഇവിടെ ഒന്നും ശാശ്വതമായിട്ട് ഒന്നേ ഉള്ളൂ, ബാക്കി എല്ലാം മാറിക്കൊണ്ടിരിക്കണം. പുരാണോ
ന ഹന്യതേ ഹന്യമാനേ ശരീരം. വളരെ വളരെ അർത്ഥമുള്ള ആ 2-ാം അധ്യായത്തിലെ 16 ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായും. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യമേവച നിത്യഃ സർവഗതസ്ഥാണുഹു അചലോയം. അചലോയം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥാണു എന്ന് പറയുന്ന ശിവതത്വത്തെയാണ് പറയുന്നത്. ആ സനാതനഹ. അപ്പൊ ആ സനാതന തത്വത്തെ നമ്മൾ അറിയണമെങ്കിൽ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരണം നമ്മൾ. കാരണം ഇതിപ്പോ സ്വപ്നമാണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഡ്രീം അല്ല, ഞാൻ കണ്ണു തുറന്നിരിക്കല്ലേ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ വ്യാവഹാരിക തലത്തില് വെറും ഒരു സ്വപ്നമാണ് ഈ ജീവിതം. സ്വപ്ന തുല്യമായിട്ടുള്ള ജീവിതം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ സത്യവസ്തു ഒന്നേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ പാരമാർത്ഥിക സത്ത എന്ന് വസിഷ്ഠൻ രാമനോട് പറഞ്ഞു കൊടുക്കണം. അതായത് അസ്ഥി സർവഗതം ശാന്തം പരമാർത്ഥ ലംഘം ശുചിഹി അചേത്യ ചിന്മാത്ര. ആ പരമാകാശമാഗതം അത് ഭഗവാൻ പറയണു. വസിഷ്ഠൻ രാമനോട് പറയണ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ ഒന്നുമില്ലാത്ത സത്യവസ്തു, അതായത് ആ സത്യവസ്തുവും ചിന്തിച്ച് മനസ്സിലാക്കാനോ ഇന്ന രീതിയിലാണെന്ന് സങ്കല്പിക്കാനോ കഴിയാത്തതുമായിട്ടുള്ള ചിത്ത് ആകാശ രൂപത്തിൽ യാതൊരു കളങ്കവുമില്ലാതെ ശുദ്ധ ബോധസ്വരൂപമായ സത്തയാണ് ആ പാരമാർത്ഥികമായിരിക്കുന്ന സത്യം. അപ്പൊ അതിന് നാമരൂപങ്ങളുണ്ടോ? ഇല്ല. അതിന് നമുക്ക് നാമരൂപങ്ങൾ കൊടുക്കാമോ? കൊടുക്കാം. നമുക്ക് കൊടുക്കാം. ശിവന്റെ രൂപം കൊടുക്കാം, പരാശക്തിയുടെ രൂപം കൊടുക്കാം. ആ നിഷ്കള ബ്രഹ്മത്തിന് നമ്മുടെ മനസ്സിൽ എന്താണോ നമുക്ക് ഇഷ്ടം ആ നാമരൂപങ്ങൾ കൊടുത്ത് അതിനെ നമുക്ക് ഈശ്വരൻ അല്ലെങ്കിൽ പരാശക്തി, അമ്മ എന്നൊക്കെ നമുക്ക് വിളിക്കാം. അതാണ് പാരമാർത്ഥികമായിരിക്കുന്ന ഏകമായിരിക്കുന്ന സത്യം. അപ്പൊ നമുക്കിതിനെയൊക്കെ ഊഹിച്ചെടുക്കാനേ പറ്റൂ. നമ്മൾ കാണാനോ അനുഭവിക്കാൻ പറ്റും, കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സ്വപ്നം കാണുന്ന പോലെ ഇപ്പോ അനുഭവിക്കുന്ന ആ ഒരു വ്യാവഹാരിക തലം അതായത് വ്യാവഹാരിക ദശ അഹന്ത തുടങ്ങിയാല്, അതായത് അത് നിലനിൽക്കുന്ന ആ അഹന്ത എന്ന് പറയുന്നതിനെ ചുറ്റിപ്പറ്റിയ ബാക്കിയെല്ലാം നിൽക്കുന്നത്. അപ്പൊ എന്താണ് മറ്റ് ഘടകങ്ങള് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുമെന്ന് ചോദിച്ചാൽ ഈ എർത്തലി ഡയമെൻഷൻസിന്റെ പ്രത്യേകതകൾ എന്താണത്? ഒരു തലത്തിൽ മാത്രം സത്യമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ എർത്തലി ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഈ വ്യാവഹാരിക സത്തയ്ക്ക് കുറെ പ്രത്യേകതകളുണ്ട് ഇല്ലേ? അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ഇത് നിലനിർത്തുന്ന എന്തിനാന്ന് ചോദിക്കുന്നത്. ഇത് ഈശ്വരന്റെ ഒരു ലീലയാണ്, ഈശ്വരന്റെ ഇഷ്ടമാണ്, ഈശ്വരേച്ഛയാണ് ഈ പ്രപഞ്ചം. അത് നിലനിർത്തുന്ന കുറെ ഘടകങ്ങൾ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭഗവാൻ നിർമ്മിച്ചതായിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മങ്ങളും എല്ലാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തിസത്ത, അതായത് ഈഗോ. ആദ്യം ഉണ്ടാവുന്നതാണ് വ്യക്തിബോധം. അപ്പൊ ഈ ഭൂമിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സവിശേഷതയാണത്. കാരണം കാലം, പ്രകൃതി അല്ലെ? നമ്മൾ എപ്പോഴും പറയാറുള്ള 2 വാക്കുകളാണ് ടൈം ആൻഡ് സ്പേസ്. എന്ന് തുടങ്ങി അത് അവസാനിക്കുന്നത് നമുക്ക് അറിയില്ല. എപ്പോ തുടങ്ങി അറിയില്ല, എപ്പോ അവസാനിക്കുന്നു അറിയില്ല. അപ്പൊ അത് അവസാനിക്കുമെന്ന് അറിയാതെ നമ്മളെ കുഴയ്ക്കുന്നത് എന്താണ്? കാലം. ഈ കാലം എന്ന് തുടങ്ങി അറിയില്ല. അന്ന് മുതൽ ഈ ജീവപ്രവാഹം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് എന്നാണ് അവസാനിക്കണമെന്ന് ചോദിച്ചാല് അതും നമുക്കറിയില്ല. അപ്പൊ അനന്തമായിരിക്കുന്ന ആകാശം, അനന്തമായിരിക്കുന്ന കാലം, അതായത് ഇൻഫിനിറ്റ് സ്പേസ് എന്ന് പറയും. അതിനെ നമുക്ക് നമ്മുടെ ചെറിയ ബുദ്ധിയില് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. അപ്പൊ മറ്റൊരു പ്രത്യേകത, ഈ ഒരു എർത്തലി ഡയമെൻഷൻ എന്ന് പറയുന്ന വ്യാവഹാരിക സത്തയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനെ ബന്ധിക്കുന്ന ഒന്നിന്റെ പേരാണ് ത്രിപുടി. ഈ ത്രിപുടി എന്താണ്? നമുക്ക് അറിയപ്പെടുന്നവൻ, അറിയുന്നവൻ, അറിവ്. ഈ മൂന്നിന്റെയും ഒരു ചേർച്ച, അതായത് സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, ആ ഒരു ആക്ടർ പ്രസന്റിനെയാണ് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെ? ആ ഭോക്താവ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള വ്യക്തി, ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന വസ്തു, ആ എന്നെ അറിയപ്പെടുക എന്നുള്ള അറിവ്, അതിനാണ് നോളജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്ടർ വേണം, നമ്മൾ കാണപ്പെടുന്ന ഒരാൾ വേണം, ഒരാൾ എന്റെ ഓപ്പോസിറ്റില് ആ ഡ്യുവാലിറ്റിയിൽ വേറൊരാൾ വേണം, ഭോക്താവ് വേണം, ഭോഗ്യം വേണം ഇല്ലേ? അപ്പൊ സബ്ജക്റ്റ്, ഓബ്ജക്റ്റ് ഇത് രണ്ടും ഉണ്ടെങ്കിലേ അറിവ് എന്ന് പറഞ്ഞ ഒരു സംഭവം അവിടെ ഉള്ളൂ. അപ്പൊ അറിയുന്നവന് അറിവ്, അതായത് ആ ഒരു പെർസെപ്ഷൻ സംഭവിക്കുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മള് ഈ പ്രപഞ്ചത്തിലെല്ലാം ത്രിപുടിയാണ്. കാരണം 3 എന്ന് പറയുന്ന ഒരു വസ്തു. കാരണം നമ്മൾ ഒന്നായിരുന്നത് എന്തായി? 2ആയി. അപ്പൊ 2ആയപ്പോ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല, കേൾക്കാതിരിക്കാൻ പറ്റില്ല, മണക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാം എന്താണ്? നമുക്കൊരു അറിവ്. അതിനെയാണ് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടി ഇതെല്ലാം നമ്മൾ അറിയുന്നു ഇല്ലേ? ഇങ്ങനെ ഒരു എർത്തലി ഡയമെൻഷൻ, ഈ വ്യാവഹാരിക തലത്തില് ഒന്നിനെയും ഊഹിക്കാനും അറിയാനും മനസ്സിലാക്കാനും നമുക്ക് എന്ത് വേണം? 3 സംഗതികൾ യോജിക്കണം.
ഞാൻ എന്നുള്ള വ്യക്തി വെറുതെ ഇരിക്കുക, എനിക്ക് അപ്പുറത്തിരിക്കണ എന്താണെന്ന് അറിയില്ല, എന്റെ ബുദ്ധി അല്ലെങ്കിൽ എനിക്ക് അൾസമേഴ്സ് ബാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിനെ അറിയാൻ പറ്റില്ല, ആളല്ല എന്ത് സാധനം ആവട്ടെ എനിക്ക് ഒന്നും അറിയില്ല. അപ്പൊ എന്താ, എനിക്ക് വ്യക്തിബോധം എന്ന് പറയണതില്ല, എനിക്ക് സബ്ജക്റ്റ് ഇല്ല, ഓബ്ജക്റ്റ് ഇല്ല, അറിവും ഇല്ല. അതെന്താ, എനിക്ക് അൾസമേഴ്സ് സംഭവിച്ചു. അല്ലാത്ത എല്ലാവർക്കും എന്താ ഉള്ളത്, ഈ 3 വസ്തുക്കളും ഉണ്ട്. അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിവ്. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന വ്യാവഹാരിക സത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ ഈ ത്രിപുടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം. ഈ ത്രിപുടിയെ അതിക്രമിച്ച് നിൽക്കുന്ന സത്തയാണ് നമ്മള് പാരമാർത്ഥിക സത്ത എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു എർത്തിലി ഡയമെൻഷൻ എന്ന് പറയുന്ന ഒന്നിനെ ഊഹിക്കണമെങ്കിലും അറിയണമെങ്കിലും ഈ 3 സംഗതി വേണം. ഇതിനെയാണ് നമ്മളെ വ്യക്തിത്വ ബോധം, അല്ലെങ്കിൽ അറിയുന്ന ഒരാള്, വ്യക്തിത്വ ഭേദത്തോടു കൂടിയുള്ള ഒരാള് സബ്ജക്റ്റ്, പിന്നെ അറിയേണ്ടുന്ന വസ്തു ഓബ്ജക്റ്റ്, പിന്നെ ഇതിനെ കൂട്ടിമുട്ടിക്കുന്നത് എന്താണ്, അറിവെന്ന് പറയുന്ന പ്രക്രിയ. അപ്പൊ ഈ 3 ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എന്തും സാധ്യമാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ പ്രപഞ്ചത്തിൽ മാത്രമേ ഉള്ളെന്താനും. അപ്പൊ ഈ പ്രകൃതി എന്ന് പറയുന്ന ത്രിപുടി പൂരിതമാണ്. ഇപ്പൊ ഇവിടെ ഈ ശരീരത്തിന്റെ പരിണാമങ്ങള്, നമ്മുടെ ഓരോ ജീവികളുടെയും ശരീരത്തിന് ആ ഒരു മാറ്റങ്ങള് ഇല്ലേ, പരിണാമങ്ങൾ എന്ന് പറഞ്ഞാല് ഇവിടെ ഉള്ള എല്ലാം ഒരു ദിവസം ജനിക്കും, ഒരു ദിവസം ജനിച്ചതെല്ലാം ഒരു ദിവസം നാശം പ്രാപിക്കും. ഇതാണ് പരിണാമം എന്ന് പറയുന്നത്, മാറ്റങ്ങൾ സംഭവിക്കുക. അപ്പൊ ശരീരമാണെങ്കിൽ വളരും, അത് പുഷ്ടിപ്പെടും, പിന്നെ ശോഷിക്കും, പിന്നെ അത് ഇല്ലാതാകും ഇല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജായതേ വർദ്ധതേ പരിണാമതേ ക്ഷീയതേ മൃത്യതേ, നിരന്തരമായിരിക്കുന്ന മാറ്റം, പിന്നെ അത് അപ്രത്യക്ഷപ്പെടും. എല്ലാത്തിനും ഇത് എന്താ പറയുക, ഈ ഒരു റൂള്, ഇത് പ്രപഞ്ച ധർമ്മമാണ്. ഈ പ്രപഞ്ചത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അല്ലെ, ഒന്നും നിരന്തരമല്ല, ഒന്നിനും ഒരു സ്ഥായിത്വമില്ല. പിന്നെ ജീവികളുടെയൊക്കെ 3 അവസ്ഥകൾ എന്താണ്, ഇവിടുത്തെ ഈ പ്രപഞ്ചത്തിന്റെ, നമുക്ക് ഈ പ്രപഞ്ചത്തിൽ മാത്രം കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. വേറെ ഒരിടത്തും ഇത് ആപ്ലിക്കബിൾ അല്ല. ശരീരം എടുത്തവർക്ക് മാത്രം. എന്താണ്, നമ്മൾ ആദ്യം കണ്ടു ത്രിപുടി അല്ലെ, രണ്ടാമത് നമ്മൾ കണ്ടു എന്താണ്, ശരീരം വളരുക, പുഷ്ടിപ്പെടുക, ശോഷിക്കുക, പിന്നെ ഇല്ലാതാകുക. ഇത് പ്രപഞ്ചത്തിലുള്ളവർക്ക് മാത്രമേ, നിരന്തരമായിട്ടുള്ള മാറ്റം ഇല്ലേ, അത് പ്രപഞ്ചത്തിന്റെ പ്രത്യേകതയാണ്. 2 പിന്നെ ഒന്നും നിരന്തരമല്ല, ഒന്നിന് സ്ഥായിത്വമില്ല, അത് 3. അപ്പൊ പിന്നെ ജീവികളുടെ 3 അവസ്ഥകളോ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഇതിനെയാണ് നമ്മൾ അവസ്ഥാത്രയങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ സുഷുപ്തി എന്ന് പറയുന്ന ഗാഠനിദ്ര, ഇത് ശരീരത്തെ നിയന്ത്രിക്കുന്ന 3 ഗുണങ്ങള്. അപ്പൊ സത്വ രജസ് തമോ ഗുണങ്ങള്. പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ വേറൊരു സവിശേഷത എന്താണ്, ദ്വന്ദ്വ വൈരുദ്ധ്യങ്ങള്, അതായത് ഓപ്പോസിറ്റ്സ്. എന്താണ് ഓപ്പോസിറ്റ്സ്, കാര്യം കാരണം, നല്ലത് ചീത്ത, സുഖം ദുഃഖം, ശരി തെറ്റ്, ഉണ്ട് ഇല്ല, ഇരുട്ട് വെളിച്ചം, ഇങ്ങനെ ഇരട്ടകളായിരിക്കുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ, അതും ഈ പ്രപഞ്ചത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ 1, 2, 3, 4 ഇങ്ങനെ അവസാനിക്കാത്ത സംഖ്യകള്, ഇതൊക്കെ ഒരു വൈശിഷ്ട്യമാണ്, ഈ പ്രപഞ്ചത്തിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇപ്പൊ ലോകദശയുടെ ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന ഒരു വിശേഷം ഇവിടെ ഉള്ളവരുടെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന മനസ്സ്. അപ്പൊ മനസ്സിന്റെ പ്രത്യേകത, മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ മനുഷ്യരെയും വ്യത്യസ്തരാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സാണ്. അപ്പൊ മനുഷ്യർക്ക് മാത്രം ഇത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. എന്ത്, വികാരങ്ങള്. ഈ മനസ്സ് എന്ന് പറയുന്നത് എന്താ, വികാര വിക്ഷുപ്തമായിട്ടുള്ള കുറെ തോട്ട്സിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് അല്ലെ. ആ മനസ്സ് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, ഈ പ്രപഞ്ചത്തോട് ബന്ധിപ്പിക്കുന്നതും പ്രപഞ്ചവുമായിട്ട് ബന്ധമില്ലാതാക്കുന്നത് ഈ മനസ്സ്. അപ്പോ വെറും ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്റർ എന്ന് പറയുന്ന ഒരേ ഒരു വസ്തു, നമ്മളെ എല്ലാത്തിനോടും ബന്ധിപ്പിക്കുന്നതും ബന്ധം അഴിപ്പിക്കുന്നതും ഒരു വസ്തുവാണ്. അതെന്താണ്, അതാണ് മനസ്സ്. ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്, കുറെ വികാരങ്ങൾ. മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ഇത് മനുഷ്യർക്ക് ആവശ്യത്തിന് കൂടുതലുണ്ടല്ലേ. എല്ലാത്തിനും വികാര എല്ലാത്തിനും എന്താ പറയാ, അറ്റാച്ച്മെന്റും കണ്ണുനീരും. ഇത് 2 മനുഷ്യന്റെ മാത്രമുള്ള ഒരു എന്താ പറയാ പ്രത്യേകതയാണ്. ഈ ഒരു പ്രത്യേകത, അതായത് ഞാൻ, അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നുള്ള ഒരു തോന്നല്, അതിനെയാണ് നമ്മൾ വ്യക്തിത്വ ബോധം എന്ന് പറയുന്നത്. ഇത് ആണവമലാണ്. നമ്മൾ നേരത്തെ കണ്ടു, ആണവ മായിക കാർമിക മലങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പാരമാർത്ഥിക സത്തയെ നമ്മൾ എന്താ വിളിക്കുന്നത്, ശുചി എന്ന് വിളിക്കുക. ശരിക്കും പാരമാർത്ഥിക സത്തയുടെ വേറൊരു പേരാണ് ശുചി. ഇപ്പൊ മാലിന്യങ്ങൾ ഒന്നും ഇല്ലാത്തതെന്ന് അർത്ഥം. സർവഗതം ശാന്തം പരമാർത്ഥ ലംഘം ശുചിഹി. എന്താണ് ശുചിയുടെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചാല്, സർവഗതം, എല്ലായിടത്തും ഉള്ള ശാന്തമായിരിക്കുന്ന പരമാർത്ഥമായിരിക്കുന്ന ആ ഖനം. നമ്മളൊക്കെ എന്താ ലഘുവാണ്, പക്ഷെ നമ്മൾ വിചാരിക്കുന്നു നമ്മളാണ് വിജ്ഞാന ഖനം എന്ന്. പക്ഷെ ഖനമായിട്ടിരിക്കുന്ന എന്താ, ആ പരബ്രഹ്മം. എല്ലാ അറിവുകളും വിജ്ഞാന ഘന രൂപിണ്യ നമാണ് അമ്മയുടെ പേര്. ആ ഘനമായിരിക്കുന്ന
അതാണ് ഏറ്റവും ശുചി എന്ന് പറഞ്ഞാല് പാരമാർത്ഥിക സത്ത എന്നർത്ഥം. അപ്പൊ ഇത് യോഗവാസിഷ്ഠം പറഞ്ഞതാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണ്? പ്രപഞ്ചവാസത്തിന്റെ പ്രത്യേകതകളില് അതിന്റെ പരിധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് മനുഷ്യന്റെ ഈ പറഞ്ഞ അറിവ്, ജ്ഞാനം, കണ്ടുപിടുത്തങ്ങള്, ബുദ്ധിവികാസങ്ങള്, ശാസ്ത്രങ്ങള്, സിദ്ധാന്തങ്ങൾ എല്ലാം. ഇത് പ്രപഞ്ചത്തിനപ്പുറത്ത് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം മനുഷ്യബുദ്ധിക്ക് ഉണ്ടാക്കിയതൊക്കെ ഈ പ്രപഞ്ചത്തിനകത്ത് മാത്രമേ നമുക്ക് വയ്ക്കാൻ പറ്റൂ. നമ്മുടെ അനുഭവങ്ങൾ മാത്രമേ നമ്മുടെ കൂടെ വരുള്ളൂ. ബുദ്ധിയിൽ നമ്മൾ പറഞ്ഞു അപരാവിദ്യ നമ്മൾ കണ്ടു. പരാവിദ്യ എന്താണ്? ആ ഒരു ബ്രഹ്മവിദ്യ, ഞാൻ ആര് എന്നറിയുന്ന ആത്മവിദ്യ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇരിക്കുന്നതും. ബാക്കിയെല്ലാം ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യകളും, അതാണ് മനുഷ്യന്റെ എല്ലാ അറിവുകള് ഇവിടെ കണ്ടുപിടിക്കുന്ന എല്ലാം തന്നെ ആ ബുദ്ധി വികസനങ്ങള്, ശാസ്ത്രങ്ങൾ, ഇതെല്ലാം എന്താണ്? ഈ പ്രപഞ്ച ദശയുടെ അകത്ത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം അപരാവിദ്യയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. കാരണം ഈ ഒരു നമ്മൾ ഈ പ്രപഞ്ചത്തെ വിട്ടുപോകുമ്പോൾ നമ്മൾ ഈ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചു എന്ന് വെക്കോ, അതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ കണ്ടുപിടിച്ചത് പ്രപഞ്ചത്തിനകത്താണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വസ്തു, ശ്രീചക്രം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആ ഒരു ജിയോമെട്രിക്കൽ ഫോമാണ് ശ്രീചക്രം. എങ്ങനെയാണ്? ആ പാരമാർത്ഥിക സത്തയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഈ അണുവായിട്ട്, അവിടെ എന്താ പറയുക, യാതൊരു നാമരൂപങ്ങളില്ലാതിരുന്ന ശിവൻ ഓരോ ജീവികളായിട്ട്, ജീവനായിട്ട് മാറുന്നത് എങ്ങനെ? ആ ബിന്ദുവിലൂടെ, 8 ത്രികോണങ്ങളിലൂടെ, അന്തർദശാര ബഹിർദശാരങ്ങളിലൂടെ, 14 ത്രികോണത്തിലൂടെ നമ്മൾ അവസാനം വന്ന് ഭൂപുരം എന്ന് പറയുന്ന ഈ 8ാമത്തെ തലത്തിൽ ഈ ഭൂമിയിൽ എങ്ങനെ വന്ന് നിൽക്കുന്നു, അതിന്റെ ഒരു അമ്മ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, അതിന്റെ ദേവതകൾ ആരൊക്കെയെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ജാമതീയ രൂപമാണ് ശ്രീചക്രം. അപ്പൊ ശ്രീചക്രം എന്ന് പറയുന്നത് എന്താ? പ്രപഞ്ചത്തെ അതിക്രമിച്ച് നിൽക്കുന്നതാണോ? അല്ല. പ്രപഞ്ചത്തിൽ അതിക്രമിച്ച് നിൽക്കുന്ന അമ്മയുടെ പ്രപഞ്ച സൃഷ്ടിയാണ് ശ്രീചക്രം. അമ്മ കാല് വെച്ചിരിക്കുന്നത് എവിടെയാ? ബിന്ദുവില്. അമ്മ ആ ഒരു പഞ്ചപ്രേത മഞ്ചത്തിൽ ഇരുന്നുകൊണ്ട് അമ്മയുടെ സൃഷ്ട പ്രപഞ്ചത്തെ നോക്കി ആ ഒരു ബിന്ദുവിൽ നിന്ന് സദാശിവനിലൂടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ഈശ്വരനിലൂടെ എന്താ ഈ 36 തത്വങ്ങളായിരിക്കുന്ന പ്രപഞ്ചം ഉടലെടുത്ത് വരുന്നു. അമ്മയുടെ ഇടത് കാല് വെച്ചിരിക്കുക. കാരണം വലത് കാല് ജ്ഞാനം ശിവനെ കാണിക്കുന്നു, ഇടത് കാല് സൃഷ്ട പ്രപഞ്ചത്തെ കാണിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ എന്താ പറയാ മാലിന്യങ്ങൾ ഒന്നുമില്ലാത്തതിനെയാണ് നമ്മൾ ശുചി എന്ന് കണ്ടു. അപ്പൊ ഈ നമ്മുടെ ഈ വ്യാവഹാരിക സത്തയിലുള്ള അറിവെല്ലാം തന്നെ നമ്മൾ ഈ പ്രപഞ്ചദശയില് ഇവിടെ മാത്രമേ നമുക്ക് ഉപയോഗപ്പെടൂ. ഇവിടെ എല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ടും വരും. അപ്പോ ഈ അതായത് ഈ പ്രപഞ്ചദശയുടെ അകത്ത് ഉണ്ടായിട്ടുള്ളതെല്ലാം ഇവിടെ നമ്മൾ അനുഭവിക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നും നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ സവിശേഷതകളുടെ സീമയ്ക്ക് പുറത്ത് നമുക്ക് ഒന്നും കൊണ്ടുപോകാനോ അറിയാനോ പറ്റില്ല. കാരണം ഈ പ്രപഞ്ചത്തിനപ്പുറം എന്താണ് ആര് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റില്ല. കാരണം ആ പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത് ഇന്ദ്രിയ ഗോചരമല്ല. ഈ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന വളരെ ലിമിറ്റഡ് ആയിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് അത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല, ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പൊ ഇത് ദേശകാലങ്ങള്, ആ ദ്വന്ദ്വ വൈരുദ്ധ്യങ്ങള്, പരിണാമ ദശകള്, അതായത് അതിന്റെ അവസ്ഥാത്രയങ്ങള്, മനസ്സ്, ശരീരം, ഈ ഘടനകളൊക്കെ എവിടെയാ ഉള്ളത്? ഈ എർത്ത്ലി പ്ലെയിനിൽ മാത്രം, ഈ ഭൂമി എന്ന് പറയുന്ന ആ ഡയമെൻഷനിൽ മാത്രം ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് ഈ പാരമാർത്ഥികമായിരിക്കുന്ന പരാശക്തിയെ അറിയാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. 100% പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മനസ്സിനെ അകത്തോട്ട് കൊണ്ടുവന്ന അനുഭവ മണ്ഡലം, നമ്മൾ കാണാത്ത വളരെ വിചിത്രമായിരിക്കുന്ന അഗാധമായിരിക്കുന്ന മനസ്സിന്റെ തലങ്ങളുണ്ട്. നമ്മൾ സമുദ്രം എന്ന് പറയുന്നത് ഈ പറയുന്ന ആഴിയും തിരകളും ഒന്നുമല്ല. നമ്മൾ കാണുന്ന ഈ തീരത്തോട് ചേർന്നിരിക്കുന്ന വിക്ഷുബ്ധമായിട്ടുള്ള ഉയർന്നു വരുന്ന തിരമാലകളോ ഒന്നുമല്ല. ശാന്തമായിരിക്കുന്ന ആ കടൽ എത്രയും ഉള്ളിലോട്ട് പോകുന്നു, അതിന്റെ അഗാധത ആർക്കും ഇതുവരെ അളക്കാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് പവിഴപ്പുറ്റുകളുടെ സ്ഥാനം. ഏറ്റവും ഉയർന്ന ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത് എവിടെയാണ്? ഏറ്റവും പുറത്തല്ല, എല്ലാം അകത്താണ്. അപ്പൊ നമ്മളെ എവിടെയാണ് നമുക്ക് ഈ ഈശ്വരനെ തിരയേണ്ടത്? എവിടെയാണ് ഈ അമ്മയെ തിരയേണ്ടത്? എത്രത്തോളം ശുദ്ധമായ മനസ്സോടുകൂടി ഈ മനസ്സ് എത്രത്തോളം വികസിപ്പിക്കാൻ പറ്റുമോ, ഈ പ്രപഞ്ചത്തോളം എത്രത്തോളം ആക്കാൻ പറ്റുമോ, അതിന് എത്രത്തോളം ആഴമുണ്ടോ അത്രത്തോളം നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒരു സത്യമാണ് ഈശ്വരൻ എന്ന് പറയുന്ന പാരമാർത്ഥിക തലം. കാരണം എന്താണ്?
അത് വേറെ ഒരിടത്തും പോയി അന്വേഷിച്ച് കൊണ്ടുവരണ്ട. കാരണം ഇപ്പൊ ഈ എർത്തിലി ഡയമെൻഷൻ നമ്മൾ കണ്ടു, വളരെ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളെ ഇവിടെ ഉള്ളൂ. കാരണം ഇത് നമ്മൾ അന്വേഷിച്ച് നമുക്ക് ഈ ഒരു പ്രപഞ്ചത്തിന്റെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. എന്താ കാരണം? ഈ പ്രപഞ്ചത്തിനപ്പുറം നിൽക്കുന്ന ആ പാരമാർത്ഥിക സത്യത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന ഒരു തുള്ളി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഇതിനെ അന്വേഷിച്ച് നടക്കണ്ട. നമ്മൾ പുറത്തല്ല ഇത് തിരയേണ്ടത്, ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അത്രയും ഒരു വലിയ അനുഗ്രഹമാണ് ഈശ്വരൻ നമ്മളോട് ചെയ്തിരിക്കുന്നത്. കാരണം താൻ തന്നെ ഈ പ്രപഞ്ചമായിട്ടിരുന്നിട്ട് ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന ഓരോ വസ്തുവിന്റെ ഉള്ളില് താൻ ഇരുന്ന് ആ ജീവികളുടെ അനുഭവങ്ങളെല്ലാം, അതായത് ഭോക്താവ്, എല്ലാത്തിനെയും ഭുജിക്കുന്ന ആളായിട്ട് ഇതിനെ ഉണ്ടാക്കിയ ആള്, ഇതിനെ അനുഭവിക്കുന്ന ആള്. പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനകത്ത് കുറെ ഈഗോ കൊണ്ടുവന്ന് ഈ ശരീരത്തെ ബന്ധിപ്പിക്കുന്നത്? ഇതിന്റെ ഇടയിൽ ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു വലിയ ശക്തിയുടെ ഒരു കണിക അപ്പൊ നമ്മളെല്ലാവരുടെ ഉള്ളിലും അത് അതുകൊണ്ടാണ് പൂർണ്ണമതം പറയുന്ന എല്ലാ ആധ്യാത്മിക സാധനകളുടെയും അവസാനം എന്തുകൊണ്ടാ പൂർണ്ണമിതം എന്ന് പറയുന്നത്? ആ പൂർണ്ണത്വത്തിൽ നിന്ന് ഒരു തുള്ളിയാണ് നമുക്ക് കിട്ടിയെങ്കിലും ആ പൂർണ്ണം, ഞാൻ എപ്പോഴും പറയാറുള്ളൂ, ആ ഒരു കടലിലെ വെള്ളം ഒരു തുള്ളി എടുത്തു നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഒന്നാ. അപ്പൊ ആ ഒരു തുള്ളി എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് ഉറപ്പിക്കാനാ. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണം ആദായ. എത്ര എടുത്താലും ആ പൂർണ്ണം അങ്ങനെ അവശേഷിക്കും. കാരണം എന്താ? നമ്മളെല്ലാം പ്രതിബിംബങ്ങളാണ്, നമ്മൾ വിമർശങ്ങളാണ്. എപ്പോഴാണോ ഈ ശരീരമാകുന്ന നാമരൂപങ്ങൾ പോകുമ്പോൾ ഈ തുള്ളി തിരിച്ചെവിടെ പോകും? വന്നിടത്ത് തന്നെ പോയി ലയിക്കും. കുറച്ച് ഈ പറഞ്ഞാൽ ഒരു ഡീപ്പ് സ്ലീപ്പിന് വ്യാവഹാരിക സത്തയിൽ നിന്ന് നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മുടെ ഈ ദേശകാലങ്ങള്, ഈ ദ്വന്ദ്വ വൈരുദ്ധ്യങ്ങള്, പരിണാമ ദശകള്, അവസ്ഥകള്, മനസ്സ്, ശരീരം എല്ലാം നമ്മൾ വിടണം. കാരണം എന്താ? ഇതൊക്കെ നമ്മളെ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടുത്തി വെച്ചിരിക്കുക. നമ്മൾ ഇതെല്ലാം സത്യം എന്ന് പറഞ്ഞിരിക്കുക. കാരണം ഈ എർത്തിലി പ്ലെയിൻ എന്ന് പറയുന്നിടത്ത് ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. ഇപ്പൊ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് വ്യാവഹാരിക ദശയില് ഈ പറയുന്നതൊക്കെ ആപ്ലിക്കബിൾ ആണ്. കാരണം എന്താ? ഇവിടെ ശരീരമുണ്ട്, അത് വളരുന്നു, ക്ഷയിക്കുന്നു, സ്വപ്നം കാണുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എപ്പോ ഉപേക്ഷിക്കുന്നു? ഈ ദശയിൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ള ഒരു പാത്രം എവിടെയാണ്? ഈ ശരീരം, ഈ പ്രപഞ്ചത്തിൽ മാത്രം. അത് കഴിഞ്ഞാൽ പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. നമ്മളിതിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നമ്മൾ വിചാരിക്കണം മരണം ഭയങ്കര മോശമാണെന്ന്, എല്ലാം വിട്ടിട്ട് പോവുകയാണെന്ന്. എന്തായാലും കാലം, അല്ലെങ്കിൽ ഈശ്വരൻ, അല്ലെങ്കിൽ നിയമാദികൾ, യമൻ എന്ന് പറയുന്ന ആ ഒരു ധർമ്മ ദേവത നമ്മളെ വിട്ട് തന്നെ പോവും. ഈ ശരീരത്തിൽ ആരും കൊണ്ടുപോകണതല്ല, ജസ്റ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. കാരണം എപ്പോഴും ഒരു ശരീരത്തെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് കുറെ കർമ്മങ്ങൾ, അതിലെ കാര്യകാരണ ബന്ധത്തിന് വേണ്ടി വന്ന ശരീരം എപ്പോ കാര്യം കഴിയുന്നു അത് ശരീരം ഇവിടെ ഉപേക്ഷിക്കും ജീവാത്മാവ്. നമ്മളെല്ലാം ഈ വ്യവഹാര ദശയിൽ എന്താ? നമ്മള് ഈ ശരീരം എന്ന് പറയുന്നത് ഈ ഒരു പ്രപഞ്ചത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നല്ലവണ്ണം സാധകർ ഉറച്ചോളണം. കാരണം ഇത് ഉറയ്ക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലതിലും ചെന്ന് ദുഃഖിക്കുന്നത്, അല്ലേ? ഈ ഒരു ലോക ജീവിതത്തിൽ മാത്രമേ നമുക്കിത് പ്രസക്തിയുള്ളൂ. അപ്പൊ ഭഗവാൻ ആദിശങ്കരൻ സൂത്രഭാഷ്യത്തില് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സ്വപ്നത്തിലെ വ്യവഹാരം എങ്ങനെയാണ് ഉണരുന്നത് വരെ സത്യമായിരിക്കുന്നുവോ അതുപോലെ സർവ്വ വ്യവഹാരങ്ങളോടും കൂടി ഈ പ്രാപഞ്ചിക ദശ, അത് പരമാർത്ഥ ദശയുടെ ജ്ഞാനം സിദ്ധിക്കുമ്പോൾ മാത്രം സത്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എന്താ നേടേണ്ടത്? ഈ ഒരു ഉയർന്ന ജ്ഞാനം. കാരണം ഇത് ഇവിടെ ഉള്ളൂ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? ഈ മീഡിയം വേണം. ഇതിനെ ഉപകരിച്ചോളുക, ഈ ശരീരത്തെ ഉപയോഗിച്ചോളുക. കാരണം ഈ സത്യത്തെ ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ഇതിനെ ത്യജിക്കാൻ പറ്റൂ. കാരണം എന്തും നമുക്ക് പിടിച്ചു വാങ്ങിക്കുമ്പോൾ ദുഃഖം, അല്ലെ? കൊച്ചു കുട്ടികളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും നമ്മൾ ഇഷ്ടത്തോടെ അവർക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് പിടിച്ചു വെച്ചിരുന്നാല് അവര് ചോദിച്ചാൽ തരില്ല. നമ്മൾ തട്ടിപ്പറിച്ചാലും അവര് കരയും, അല്ലേ? അതുപോലെയാണ് നമ്മള്. കാരണം നമ്മൾ ഈ ചേർത്ത് പിടിച്ചിരിക്കുന്ന ശരീരം നമ്മുടേതല്ല, ഇവിടെ ഇട്ടിട്ട് പോകണമെന്ന് ഈ ജ്ഞാനത്തിലൂടെ നമ്മൾ അറിയണം. അപ്പോഴെന്താ? നമ്മൾ ഇതിനെ ത്യജിക്കാൻ തയ്യാറാവും. എന്ത് വേണോ വന്നോട്ടെ, ഈശ്വര വിധി അതാണെങ്കിൽ എപ്പോഴും വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അപ്പൊ ഈ ശരീരം എനിക്ക് എന്തിനു തന്നു? എൻ്റെ ആത്മവസ്തുവിനെ അറിയാനാണ് എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വന്നാല് ഇതാണ് യഥാർത്ഥ ജ്ഞാനം. അപ്പൊ തന്നെ നമുക്ക് ജ്ഞാനബുദ്ധി ഉദിച്ചു എന്ന് പറയാം. ആ ജ്ഞാനബുദ്ധിയിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താ? ആ ഒരു കൈവല്യ പദവി, തൻ്റെ ആത്മാവിനെ അറിയുക, ആത്മജ്ഞാനം. ഞാൻ ആര്? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു? പിന്നെ അവിടെ ചോദ്യവും ഉത്തരവും ഒന്നുമില്ല. അപ്പൊ ഈ ഭൂമി കൂടാതെ വേറെ ഡയമെൻഷൻസ് ഉണ്ടാകുമോ എന്ന് നമുക്ക് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകാം.
കാരണം വേറെ ഡയമെൻഷൻസ് ഭൂമി മാത്രമല്ല, നമ്മൾ 17 ലോകങ്ങളെന്ന് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഉണ്ടോ ഇല്ലയോ അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഉണ്ടെന്നും വരാം ഇല്ലെന്നും വരാം. കാരണം അവിടെ പോയിട്ട് വന്നവരാരും നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം ഒരു ദശ അടുത്ത ദശ എന്നൊക്കെ പറയുമ്പോൾ ഈ എർത്തിലി ഡയമെൻഷൻസിൽ മാത്രമാണ് നമുക്ക് പറയണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ശരീരം ഉപേക്ഷിച്ച് സിദ്ധപുരുഷന്മാര്, സിദ്ധ കിന്നര യക്ഷചാരണന്മാരൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇന്ദ്രലോകം, വൈകുണ്ഠം, കൈലാസം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഈ സിമെന്റ് കൊണ്ട് ഫ്ലാറ്റുകൾ കെട്ടിപ്പൊക്കുന്ന പോലെ ഒരു സ്ഥലമായിട്ട് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ബുദ്ധിയിൽ നമ്മൾ വിചാരിക്കരുത്. കാരണം അത് അങ്ങനെയല്ല. ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു കണിക പോലും നമ്മുടെ ബുദ്ധിയിൽ കയറ്റാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന്റെ അനുഭവ മണ്ഡലങ്ങളാണ്. കാരണം നമ്മൾ എങ്ങോട്ടാണ് പോണത്, മുകളിലോട്ടോ താഴോട്ടോ, ഇതൊക്കെ ഒരു പ്രപഞ്ച ഗതി. നമ്മൾ ശരീരം വിട്ടുകഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് യാതൊരു ഡിസിഷൻസും ഇല്ല. ശരീരം ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ തെക്കോട്ട് പോണു, നമ്മളോട് പറയും തെക്കോട്ട് പോണു, പോകുന്ന വടക്കോട്ട്, അല്ലെ നേരെ ഓപ്പോസിറ്റ് ഒക്കെ ചെയ്യും നമ്മള്. പക്ഷേ ഈ ശരീരം വിട്ടുകഴിഞ്ഞാലോ ഒരു രക്ഷയില്ല. ആരുടെ നിയന്ത്രണത്തിലാണ്? പ്രപഞ്ചധർമ്മം, പ്രപഞ്ച നിയതി. അപ്പോ ഈ അടുത്ത ദശ എന്ന് പറയുന്നത് ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്മുടെ യാത്ര, അല്ലെ? അത് ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ജന്മം എടുക്കുമ്പോൾ യാത്ര ഉണ്ടോ എന്നുള്ളത് സുനിശ്ചിതമാണ്. കാരണം എന്താ ഈ യാത്ര? അവസാന യാത്രയിലെ നമ്മൾ ബേരി ജോൺ തോട്ടം പറയും പോലെ ഇഹത്തിലെ സുഖങ്ങളെല്ലാം നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്നതെല്ലാം ഈ എന്താ പറയുക അതിർത്തിയിൽ ത്യജിക്കണം, അല്ലെ എന്ന് പറയുന്ന പോലെ മറന്നുപോയി വരികള്. അപ്പോ ഈ നമ്മുടെ കൊണ്ടുപോയിട്ടുള്ള പാപപുണ്യങ്ങളെ മാത്രമേ നമ്മുടെ കൂടെ വരുള്ളൂ. കാരണം നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുക്കളും ബന്ധുക്കളും ബന്ധുജനങ്ങളും എല്ലാം ഈ ശരീരം ഒന്നേ ഉള്ളൂ. അതിനോട് ചേർന്നതിനെല്ലാം നമ്മൾ ഇവിടെ ഉപേക്ഷിക്കുക. കാരണം ഈ അടുത്ത ഡയമെൻഷനിലോട്ട് നമുക്ക് പോകണം. ആ ഡയമെൻഷനിലോട്ട് നമ്മൾ പോയില്ലെങ്കിൽ പോവിപ്പിക്കും ആര്? ഈ പ്രകൃതി. അപ്പൊ ഈ എർത്തിലി ഡയമെൻഷനിലുള്ള എന്താ പറയാ, നമ്മള് ആ ഒരു ബുദ്ധിയും നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സും ഒക്കെ തന്നെ ആലോചനാ ശക്തിയും അതൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ അതീതമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഇതിനെയൊക്കെ അറിയാൻ പറ്റും, അതിനെ ഈ പ്രപഞ്ചത്തോളം വികസിപ്പിക്കാൻ പറ്റും. ആ അറിവ്, ആ ഒരു ലോജിക്കൽ തിങ്കിങ് പോലും ഒരു ദശയിൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. കാരണം എല്ലാത്തിനും ഈ ആലോചനാ ശക്തിക്കും അതീതമായിട്ടുള്ള ഒരു തലമുണ്ട്. നമ്മൾ ഇതുവരെ 3 ഡയമെൻഷൻ, ഇപ്പൊ 4, 5, ഇപ്പൊ 6th ഡയമെൻഷൻ, ഇപ്പൊ പറയണു 7th ഡയമെൻഷനും ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു ലോജിക്കൽ തിങ്കിങ് പോലും അങ്ങനെയുള്ള ദിശയിൽ നമുക്ക് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അപ്പൊ അതായത് ശ്രീ ശങ്കരൻ പറയുന്ന പോലെ ബ്രഹ്മം ഒന്നേ ഉള്ളൂ എന്നല്ല പറഞ്ഞത്. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ല എന്നാണ്. അതായത് ആ ഒരു സംഖ്യയെ നിഷേധിച്ചുകൊണ്ട് രണ്ടെന്നുള്ളതില്ല, എല്ലാം ഒന്നേ ഉള്ളൂ. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം തന്നെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. എല്ലാം ചില ഈശ്വര ഇച്ഛയ്ക്ക് വിധേയമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിന്റെയും കർമ്മഫലം, അതായത് കർമ്മം ചെയ്യാൻ കർമ്മനിരതരായിട്ട് തന്നെയാണ് നമ്മളെ ഇവിടെയായിട്ട് അയച്ചിരിക്കുന്നത്. നമ്മളെ ഇവിടെയായിട്ട് സൃഷ്ടിച്ചയച്ചിരിക്കുക. അപ്പൊ കർമ്മരഹിതരായിട്ട് ഇരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ആ പറയുന്ന ഈശ്വരൻ നിശ്ചയിച്ച ആ പാത്രധർമ്മം. നമ്മൾ ഓരോ കഥാപാത്രങ്ങളാണ്. ഈ നാടകവേദിയിൽ വന്നു കഴിയുമ്പോൾ വേഷം എനിക്ക് വിധിപ്പതാരാണ്? ഈശ്വരൻ. വിശ്വപ്രിയനായി നടനം ചെയ്തതാരാണ്? നമ്മള്. അപ്പൊ ഈ പാവകളായിരിക്കുന്ന നമ്മളെ ഈശ്വരൻ തന്നെ, ഈശ്വരനാണ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആ കർത്തൃത്വവും ഭോക്തൃത്വവും എല്ലാം ഈശ്വരൻ തന്നെയാണ് അനുഭവിക്കണമെന്ന് മനസ്സിലാക്കി എന്റേതായിട്ട് ഇതിലൊരു റോളും ഇല്ല എന്ന് പറഞ്ഞിട്ട് ടോട്ടലി ഒരു ശരണാഗതി ചെയ്യുക. അപ്പൊ അതാണ് നമുക്ക് കർമ്മ നിരതര, അതായത് കർമ്മത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ, ഇതിനാണ് കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്നത്. കർമ്മയോഗം. കർമ്മ സിദ്ധാന്തത്തിലൂടെ നമ്മൾ ഈ സത്യത്തെ അറിഞ്ഞ് ആ കർമ്മത്തെ യോഗമാക്കി തീർക്കുക. എന്താ യോഗം? രണ്ടെണ്ണത്തിന്റെ കൂടിച്ചേരല യോഗം. എന്താ ജീവാത്മ പരമാത്മ ഐക്യം. അപ്പൊ കർമ്മരഹിതമായിട്ടിരിക്കാൻ ആർക്കും പറ്റില്ല. ഈശ്വരൻ നിശ്ചയിച്ച ആ പാത്രധർമ്മം, നമ്മുടെ അഭിനയ ഭാഗം ഈ ഭൂലോകമാകുന്ന രംഗമന്ദിരത്തില് നടിച്ചു തീർക്കാൻ ബാധ്യസ്ഥരാണ് നമ്മള്. ആ മനുഷ്യ ജീവികളാണ് നമ്മള്. അപ്പൊ ഈ സകല ജീവികളും ഈ കഥാപാത്രങ്ങള് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലേ? എല്ലാവരും അവരൊന്നും ചോദിക്കണില്ല. വന്നു, അഭിനയം കഴിഞ്ഞു, അവര് പോണു. അതുപോലെ നമ്മളും പണ്ഡിതൻ, വിശാല മനസ്കൻ, മഹത്തുക്കള്, ഇല്ലെ, ഉന്നത സ്ഥിതിയിലുള്ളവൻ, പാമരൻ, ഭിക്ഷക്കാരൻ, എല്ലാവരും സത്കർമ്മങ്ങൾ ചെയ്തവര്, ദുഷ്കർമ്മങ്ങൾ ചെയ്തവര്, ധർമാത്മാക്കള് എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ അതുപോലെ പറയാ, നമ്മള് ഈ പറഞ്ഞ നമുക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത്, നമ്മുടെ ഒരു ദുഷിച്ച ചിന്താഗതി എല്ലാം മാറ്റിയിട്ട്, നമ്മൾ നീചന്മാര് നികൃഷ്ടരായിട്ടുള്ള ശീലങ്ങളൊക്കെ മാറ്റി, വാസനകളൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? വാസന മാറ്റാൻ ശരണാഗതി ചെയ്തിട്ട് ആ ഒരു
നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ നല്ലവണ്ണം മാറ്റി കൊടിയ പാപങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത മൂർഖന്മാരുമായിട്ട് കംപ്ലീറ്റ് സംഘത്തെ വർജിച്ചുകൊണ്ട് നമ്മുടെ രൂപഘടനകൾ, അതായത് പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാത്തിലും നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് ചീത്തയിൽ നിന്ന് വിട്ടു നിൽക്കുക. എല്ലാവരും അവരവരുടെ എന്താ പറയാ വേഷം, അവരവരുടെ ആ ഭൂമിയിലുള്ള റോള് നന്നായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വേറൊരു മുഖം മൂടി വെക്കുക എന്നാണോ? അല്ല. എന്താ, അതായത് ആ കർമ്മങ്ങൾ, അതായത് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന പിതൃ മാതൃ കർമ്മങ്ങള്, പുത്രധർമ്മങ്ങള്, ഓരോരുത്തർക്കും ഓരോ ധർമ്മം തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്തിട്ട് ഈശ്വരനാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ഒരു ഈശ്വരനെ, ആ ഒരു മഹാത്മാക്കളെ കണ്ട് മഹാത്മാക്കളുമായിട്ട് സത്സംഗത്തിന് സദാ മനസ്സ് കൊതിക്കട്ടെ. അവരവരുടെ റോള് നന്നായിട്ട് ചെയ്യാൻ അവരുടെ ശാസ്ത്രീയമായിരിക്കുന്ന ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള വിലപ്പെട്ട ഉപദേശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുക. എന്നിട്ട് ശ്രദ്ധിച്ച് ജീവിതം എന്താണെന്ന് വളരെ ഡെലിക്കേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വിഷയത്തെ, അതായത് നമ്മുടെ ജീവിതം എങ്ങനെ നമുക്ക് നന്മകളിലേക്ക് കൊണ്ടുപോകാം, ആ വിഷയത്തെ നല്ലവണ്ണം തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി നമ്മൾ കയ്യിൽ കൊണ്ടുവന്നത് ഉപേക്ഷിക്കാൻ തയ്യാറായി നല്ലൊരു സത്ചിന്തയോടുകൂടി തുറന്ന മനസ്സോടുകൂടി ഈശ്വരനെ, ആ പരാശക്തിയുടെ ചിന്താമണി ഗൃഹത്തിൽ അമ്മയെ അവിടെ കുടിയിരുത്തണം. അപ്പൊ ഈ പ്രപഞ്ച ജീവിതം സൂക്ഷ്മമായിട്ട് പഠിച്ചാലേ നമുക്ക് ഇതിന് പറ്റുള്ളൂ. കാരണം ഈശ്വരേച്ഛയെ നമ്മൾ നന്നായിട്ട് അറിയണം, എന്നാലേ നമുക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ ഉപേക്ഷിക്കാൻ പറ്റൂ. ഈശ്വരേച്ഛ എന്ന ഉറച്ച വിശ്വാസം പതുക്കെ പതുക്കെ നമ്മുടെ ഈഗോയെ ദുർബലമാക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ ചെയ്യണു എന്നുള്ള വ്യക്തിഗത ആ ഈഗോ ഈശ്വരേച്ഛ എന്ന് പറയുന്ന അമ്മയുടെ പാദത്തിൽ വെച്ച് 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 കാലക്രമേണ നമുക്ക് മനസ്സിലാകും. ആ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു എന്താ പറയാ ഈഗോ എന്ന് പറയുന്ന നമ്മുടെ ആണവമലം മാറി മാറി വരുമ്പോൾ നമ്മുടെ കർമ്മഫലം ക്ഷയിക്കുന്നത് നമുക്ക് കാണാം. ആണവമലം ക്ഷയിക്കുമ്പോൾ നാച്ചുറലി എന്ത് ചെയ്യും? മായയുടെ ശക്തി കുറഞ്ഞു വരും, ഇല്ലേ? മായിക മലവും കുറഞ്ഞു വരികയും നമ്മൾ എന്തിനൊക്കെ മുറുകെ പിടിക്കുന്നതെല്ലാം അസത്യമാണെന്ന് നമ്മൾ തിരിച്ചറിയും. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളും വിചാരങ്ങളും കൂടി എന്താണ്, അത് ഈശ്വരേച്ഛയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ അറിഞ്ഞു തുടങ്ങും. നമ്മുടെ മനസ്സ് ശുദ്ധമായി കൊണ്ടേയിരിക്കും. അപ്പൊ അവസാനം എന്താ, ആ കാർമിക മലങ്ങള് കർമ്മങ്ങളെല്ലാം നമ്മള് ഈശ്വര പാദത്തിങ്കൽ അർപ്പിക്കാൻ തയ്യാറാവും. അതാണ് ന ഇച്ഛയാകൃതം. അത് നമ്മുടെ ഇച്ഛ കൊണ്ട് ഉണ്ടാകുന്നതല്ല എന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും? ഈശ്വരേച്ഛയാണെന്ന് കണ്ടിട്ട് ഈശ്വരന്റെ പാദപത്മങ്ങളിൽ നമ്മൾ സമർപ്പിക്കും. ആ കർമ്മം, അതായത് എല്ലാം ടോട്ടൽ സറണ്ടർ എന്ന് പറയുന്ന ആ കർമ്മം, ആ ഒരു പദം നമ്മുടെ കർമ്മത്തോട് ചേർക്കുമ്പോഴാണ് നമ്മൾ ആകാംക്ഷയും ഉത്കണ്ഠയും ഒക്കെ എന്താ ഭഗവാൻ ഏറ്റെടുത്തോളൂ. കാരണം എവിടെ നമ്മൾ സമർപ്പിച്ചു? നമ്മളെ ഇങ്ങോട്ട് അയച്ച ഒരാളിനൊരു ഉത്തരവാദിത്വം ഇല്ലേ? ആ ആളിനെ മറന്നിരുന്നോണ്ട് അദ്ദേഹം ഒന്നും ഏറ്റെടുത്തില്ല ഇതുവരെ. പക്ഷെ നമ്മളത് അറിഞ്ഞ് ആ ഈശ്വരനെ കണ്ടെത്തി നമ്മുടെ ഹൃദയപത്മങ്ങളിൽ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ നമ്മുടെ എങ്ങനെ ആക്കി തീർക്കണം, എന്തോ ആയിക്കോട്ടെ, നല്ലതും ചീത്തയും എല്ലാം അവിടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ 3 മലത്രയങ്ങളിൽ നമ്മൾ വിമുക്തമായിട്ട് വരുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്കെന്താ പിന്നെ ഒന്നിലോടും ആകാംക്ഷയോ ഉത്കണ്ഠയോ എന്താ പറയാ കർമ്മത്തിൽ വരുന്ന സുഖദുഃഖങ്ങളോ ഒന്നും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. പിന്നെന്താ, ഒരു പിച്ചക്കാരൻ എവിടെ വേണമെങ്കിലും കടന്നുറങ്ങാം, അല്ലേ? ഒരുപാട് സ്വർണവും പണവും ഒക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നവന് ഉറക്കമില്ല. പക്ഷെ നമ്മൾ പിച്ചക്കാരനാണെന്ന് അറിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല, ഒന്നും കൊണ്ടുപോകാനും ഇല്ല. ഈ സത്യത്തെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെയാണ് നമ്മൾ ശരിക്കും ശരണാഗതി എന്ന് പറയുന്നത്. ആ ശരണാഗതി നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഈ അറിവ് കൊണ്ട്, ഈ ജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്ക് ഉള്ളിൽ നിന്ന്, നമുക്ക് വാക്കുകൊണ്ട് പറയുന്നതല്ല. നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഇമാജിനേഷൻ അല്ല. നമ്മൾ കാണുന്നു, നമ്മൾ അതിലൂടെ സഞ്ചരിക്കുന്നു, നമ്മൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ അനുഭവ മണ്ഡലത്തിൽ ഉറപ്പിക്കുന്നതാണ് നമ്മുടെ വിഷ്വലൈസേഷൻ. അതുപോലെ നമ്മൾ കാണണം. കാരണം എന്താ, ഒരു ദിവസം ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പ്രപഞ്ചത്തിൽ നമുക്കും എല്ലാം. ഈ വേഷം ഇനി ഒരിക്കലും കിട്ടാത്ത അവസാന വേഷമാണെന്ന് മനസ്സിലാക്കൂ. നമ്മുടെ നാമരൂപങ്ങൾ, നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കിട്ടിയിരിക്കുന്ന എല്ലാ ബന്ധുത്വങ്ങളും, ഈ പറയുന്ന അച്ഛനമ്മമാരും എല്ലാം ഇത് ഈ ഒരു ജന്മം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സ്വാത്മം തർപ്പയാമി, നമ്മുടെ സ്വാത്മാവായിരിക്കുന്ന ആ പരാശക്തിക്ക് ഈ ശരീരം സ്വീകരിച്ചിരിക്കുന്ന എന്റെ പേരോട് കൂടിയായിരിക്കുന്ന, അല്ലയോ ഭഗവതി പരാശക്തി, എന്താണ് ഓം ഭൂർ ഭുവസ്വ, ഈ 3 ലോകങ്ങൾ എന്റെ അനുഭവ മണ്ഡലങ്ങളായിരിക്കുന്ന 3 എന്റെ പേരോട് കൂടിയിരിക്കുന്ന അല്ലയോ അമ്മ, അമ്മയ്ക്കായിക്കൊണ്ട് സ്വാത്മം തർപ്പയാമി സ്വാഹ. എല്ലാവർക്കും എന്നും പറയാനുള്ള ഒരു മന്ത്രാണിത്. എന്റെ ആത്മാവിനെ ഞാനിത് അവിടെ സമർപ്പിച്ചിരിക്കുന്നു. അപ്പൊ അമ്മ എടുക്കട്ടെ, നമ്മുടെ കർമ്മങ്ങൾ ഏറ്റെടുക്കട്ടെ, നമ്മുടെ സുഖദുഃഖങ്ങൾ അമ്മയുടേതായിട്ട് തീരട്ടെ. എന്ത് വരുന്നോ നമുക്ക് വെറുതെ അനുസരിച്ചാൽ മതി.
അപ്പൊ അവിടെ നമുക്ക് കർത്തൃത്വം ഇല്ല, ഭോക്തൃത്വം രണ്ടും അമ്മ ഏറ്റെടുത്ത് അമ്മ നമ്മളെ കൊണ്ടു നടക്കും. സംശയമില്ലാത്ത കാര്യമാണ്. നമുക്കത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.